നടന്ന എൽ പി എസ് എയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് നോട്ട് വില്ലിംഗ് ടു ഡു ദ എക്സസൈസ്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് നോട്ട് വില്ലിംഗ് ടു ഡു ദ എക്സസൈസ്. അപ്പോൾ നമുക്കറിയാം വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഇത്തരം വാക്കുകൾ ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറലും ഉത്തരങ്ങൾ സിംഗുലാറും ആയിരിക്കണം. വെർബ് അല്ലെങ്കിൽ ഓക്സിലറി സിംഗുലാർ ആയിരിക്കണം. ഏതൊക്കെ വാക്കുകൾ? വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഇത് കഴിഞ്ഞ് വരുന്ന സബ്ജക്റ്റുകൾ പ്ലൂറലും ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് എപ്പോഴും എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. അതുപോലെ വരുന്നതാണ് നമ്മുടെ കളക്റ്റീവ് നൗണുകൾ കഴിഞ്ഞ് വരുന്ന സബ്ജക്റ്റുകൾ പ്ലൂറലും തുടർന്ന് വരുന്ന ഉത്തരം സിംഗുലാറും ആയിരിക്കണം. ഹേർഡ് ഓഫ്, ബഞ്ച് ഓഫ്, സ്വാം ഓഫ്, ഗ്രൂപ്പ് ഓഫ് ഇത്തരത്തിലുള്ള വാക്കുകളാണ് കളക്റ്റീവ് നൗണ്. ഇത് കഴിഞ്ഞ് വരുന്ന സബ്ജക്റ്റുകൾ പ്ലൂറലായിരിക്കും. തുടർന്ന് വരുന്ന വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് സിംഗുലാർ ആയിരിക്കണം. ഇവിടെ നോക്ക് ചോദ്യത്തിൽ വൺ ഓഫ് ദ സ്റ്റുഡൻസ് പ്ലൂറലാണ്. വൺ ഓഫ് വന്നിരിക്കുന്നു. തുടർന്ന് വരുന്ന ഉത്തരം എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. ഹാസ് ഓപ്ഷനിലുണ്ട്, വാസ് ഓപ്ഷനിലുണ്ട്, ആർ ഓപ്ഷനിലുണ്ട്, വേർ ഓപ്ഷനിലുണ്ട്. നമുക്കറിയാം ആർ എന്ന് പറയുന്നത് പ്ലൂറലാണ്, അതുകൊണ്ട് അത് ഓപ്ഷനിൽ വരില്ല, ഉത്തരമായി വരില്ല. വേർ എന്ന് പറയുന്നതും പ്ലൂറലാണ്, ഉത്തരമായി വരില്ല. ഇനി നമുക്കുള്ളത് ഹാസും ഉണ്ട്, വാസും ഉണ്ട്. ഇനി നമ്മൾ ഇതിൽ ഏതാണെന്ന് ഇങ്ങനെ മനസ്സിലാക്കാം. ഇവിടെ വെർബ് നോക്കി, വെർബ് എന്ന് പറയുന്നത് ING ആണ്, വില്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വാസ് അവിടെ ഉത്തരമായിട്ട് എഴുതാം, ഹാസ് വരില്ല. കാരണം ഈസ്, ആം, ആർ, വാസ്, വെയർ കഴിഞ്ഞാൽ ഉത്തരങ്ങൾ ING വരാം. വെർബ് ING ആയിരിക്കും പൊതുവേ വരേണ്ടത്. ഹാസ്, ഹാവ്, ഹാഡ് കഴിഞ്ഞാൽ V3 ആയിരിക്കും വെർബ് വരേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, മൈ ടീച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിംഗ് നോവൽസ്. മൈ ടീച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിംഗ് നോവൽസ്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് ജെറണ്ടുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. അപ്പോൾ ജെറണ്ട് നമുക്കറിയാം INGയിൽ വരുന്ന വാക്കുകൾ എന്ത് ചെയ്യുന്നൂടെ? വാക്കുകളെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. INGയിൽ വരുന്ന വാക്കുകളെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ജെറണ്ട്. നല്ല എന്ത് ചെയ്യുന്നൂടെ? LPയുടെ ടോപ്പിക്കായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്കറിയാം ഇൻട്രസ്റ്റഡ്, അതേപോലെ സക്സസ്. ചില വാക്കുകൾ കഴിഞ്ഞ് പ്രിപ്പോസിഷൻ പ്ലസ് ING തരും. ഇപ്പോൾ ചില വാക്കുകൾ കഴിഞ്ഞാൽ പ്രിപ്പോസിഷൻ പ്ലസ് ING ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നത് ഇൻട്രസ്റ്റഡ്, അതുപോലെ സക്സസ്. ഇൻട്രസ്റ്റഡ്, സക്സസ് ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഇൻ പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. ഇപ്പോൾ ഇൻ പ്ലസ് ING വരുന്ന രണ്ട് വാക്കുകളാണ് ഇൻട്രസ്റ്റഡ്, സക്സസ് പ്ലസ് ഇൻ പ്ലസ് ING. അതുപോലെ ഓഫ് പ്ലസ് ING വരുന്ന വാക്കുകളാണ് കോൺഫിഡൻറ്റ്, ഫോണ്ട്, ടയേർഡ്. കോൺഫിഡൻറ്റ്, ഫോണ്ട്, ടയേർഡ് ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഓഫ് പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ കോൺഫിഡൻറ്റ്, ഫോണ്ട്, ടയേർഡ് ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഓഫ് പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണ് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഏത് ഉത്തരം വരും? ഇൻട്രസ്റ്റഡ് ഇൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇൻ പ്ലസ് ING ആണ് ഉത്തരമായിട്ട് വരുന്നത്. ING ജെറണ്ടാണ്. അടുത്ത ചോദ്യമാണ്, ദ പോലീസ് ഹാഡ് നോട്ടീസ്ഡ് ഡാഷ് വുമൺ എൻറ്ററിങ് ദ റൂം വിത്തൗട്ട് പെർമിഷൻ. ദ പോലീസ് ഹാഡ് നോട്ടീസ്ഡ് ഡാഷ് വുമൺ എൻറ്ററിങ് ദ റൂം വിത്തൗട്ട് പെർമിഷൻ. എ ഓപ്ഷനിലുണ്ട്, ദ ഓപ്ഷനിലുണ്ട്, വൺ ഓപ്ഷനിലുണ്ട്, ആൻ ഓപ്ഷനിലുണ്ട്. നമുക്കറിയാം നമ്മുടെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. വിമൻ എന്ന് പറയുന്നത് പ്ലൂറലിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് എയും വരില്ല, ആനും വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം ഏതിലേക്ക് വരുന്നൂടെ? ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉത്തരമായിട്ട് വരുന്നു. വൺ എന്ന് പറയുന്നത് ഒന്ന് എന്ന് സൂചിപ്പിക്കുന്നു. വിമൻ എന്ന് പറയുന്നത് പ്ലൂറലിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ഏതുത്തരം? ദ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ്, ദ ഡോക്ടർ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ദ പേഷ്യൻ്റ് ഡാഷ് the hospital. The doctor had already left when the patient dash the hospital. ടെൻസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്കറിയാം സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിനോടൊപ്പം ചേരുന്ന ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ V2 ഉത്തരമായിട്ട് എഴുതാം. ഇപ്പോൾ റീച്ചസ് ഓപ്ഷനിലുണ്ട്, റീച്ച് ഓപ്ഷനിലുണ്ട്, ഹാവ് ഓപ്ഷനിലുണ്ട്, റീച്ച്ഡ് ഓപ്ഷനിലുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു. റീച്ച്ഡ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നു.
അടുത്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്ലോസസ്റ്റ് ഇൻ ദ മീനിങ് ഓഫ് ദ വേർഡ് കൺവിൻഷൻ. കൺവിൻഷൻ എന്ന് പറയുന്ന വേർഡുമായിട്ട് അടുത്ത് നിൽക്കുന്ന മീനിങ് ഏതാണ്? സിനോണിമാണ് ടോപ്പിക്ക്. സ്ട്രോങ് ബിലീവ് ഓപ്ഷനിലുണ്ട്, അതുപോലെ റോങ് എവിഡൻസ് ഓപ്ഷനിലുണ്ട്, അതുപോലെ റോങ് ബിലീവ് ഓപ്ഷനിലുണ്ട്, സ്ട്രോങ് ഡിസ്ബിലീവ് ഓപ്ഷനിലുണ്ട്. അപ്പം കൺവിൻഷൻ മീൻസ് സ്ട്രോങ് ബിലീവ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ സിനോണിം എന്ന് പറയുന്നത് സ്ട്രോങ് ബിലീവ്, ദൃഢ വിശ്വാസം എന്നാണ് എൻ്റെ മീനിങ്.